ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും പുതിയ വീഡിയോയിൽ സ്വാഗതം. കഴിച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് കറണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മെഷീനായിട്ടത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സാധനമല്ലേ ഇത് പിടിച്ച് കറക്കുമ്പോൾ ഇവിടെ ലൈറ്റ് എത്തണുണ്ട് ഈ സാധനത്തുമേ ഉണ്ട്. അങ്ങനെ ഫ്രീ ഒരു കറണ്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമായിട്ടത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ചില സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും. ഇങ്ങനത്തെ ഒരു കാർബോണ്ട് പീസെടുക്കാണ്ട് അതിനകത്ത് രണ്ട് സർക്കിൾ ഇങ്ങനെ വരച്ചെടുക്കുക. അതിൻ്റെ രണ്ടെണ്ണം മുറിച്ചെടുക്കുക. പിന്നെ ഒരെണ്ണം ചെറുതായിട്ടുള്ളതും വേണം, ഒരെണ്ണം എടുക്കാം. വേണ്ട, ഇങ്ങനെ എടുക്കുക. അതിൻ്റെ ആ വലുതിൻ്റെ അപ്പുറത്ത് ഈ ചെറുത് വെച്ചിട്ട് അതിൻ്റെ മുഖത്ത് വലുതും വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ആ നടുക്കിരിക്കുന്നത് ചെറുതാണ് കേട്ടോ. അങ്ങനെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഹോളുള്ള വലുത് ഒരു പേന കയറാൻ പറ്റിന്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയൊരു റൗണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ടൊരു പേനയുടെ ഉള്ളിൽ ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുക. വേണ്ട, പ്ലാസ്റ്റിക് വെച്ചാൽ ഒട്ടിക്കണേ. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ ഒട്ടിച്ചെടുത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സംഭവമില്ലേ, ഈ സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് ഈ സാധനം കയറ്റിക്കുക. ഈ സാധനം ഇങ്ങനെ സ്മൂത്തായിട്ട് കറങ്ങണം കേട്ടോ, വലിയ സാധനം. എന്നിട്ട് അടുത്തൊരു റൗണ്ടിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക. ഒരു കാർബോണ്ട് പീസായിട്ട് അത് അപ്പുറത്ത് വെച്ച് ഒട്ടിക്കുക. അതിങ്ങനെ വെക്കുക. ഒട്ടിക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ സ്മൂത്തായിട്ട് കറങ്ങണം. ഇതിപ്പോൾ ഒട്ടിച്ചെടുത്തണം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ട് അത് മാത്രം കറങ്ങണ്ട കേട്ടോ. എന്നിട്ട് ഇങ്ങനത്തെ ഒരു കാർബോണ്ട് പീസ് ഇങ്ങനെ പെട്ടി പോലെ ആക്കിയെടുക്കുക. ഒട്ടിച്ചെടുക്കാണ്ട് ഇങ്ങനെ ഒരു രണ്ട് ഹോളിടാം അവിടെ. ഇങ്ങനെ രണ്ട് ഹോളിടാം. അതിൻ്റെ ഈ സംഭവമില്ലേ, ഇത് നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ഇറക്കി വയ്ക്കുക. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. ഈ ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കുക. പേന അതുമ്പോൾ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഒട്ടിച്ചെടുത്തന്നെ കേട്ടോ. വേണ്ട, ഈ സാധനം കറങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിനാണത്. എന്നിട്ടൊരു ഇങ്ങനത്തെ ഒരു കാർബോണ്ട് പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സംഭവം ഈ കാർബോർഡും ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ റൗണ്ടില്ലേ, ആ വലിയ റൗണ്ട്, അതിൻ്റെ ഒരു നടുക്ക് ഇതേ ഇങ്ങനെ ഒരു പേപ്പർ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വയ്ക്കുക. വേണ്ട, ഫുള്ളങ്ങനെ ചുറ്റി വെച്ചിട്ട് ഫ്ലക്സിക്ക് ചോദിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനത്തെ ഒരു മോട്ടർ എടുക്കുക. പിന്നെ നമുക്ക് ടോർച്ചിൻ്റെ ഒരു പഴയ ലൈറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ബൾബ്, ചെറിയ ലൈറ്റ് ആയാലും മതി, LED ലൈറ്റ്. എന്നിട്ട് ഇത് രണ്ടും കണക്ട് ചെയ്യണം. മോട്ടറിൻ്റെ വയർ നേരെ ബൾബിൻ്റെ വയറിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യണം. വേണ്ട, എന്നിട്ട് ഈ മോട്ടർ കറക്കുമ്പോൾ ഈ ലൈറ്റ് കത്തണം നോക്കോട്ടോ. വേണ്ട, കത്തണണ്ട. അങ്ങനത്തെ ഒരു ഇതാണ് നോക്കണേ. ഏതാണ്ട ഇപ്പം ഇങ്ങനെ ഇലക്ട്രിസിറ്റി ഉണ്ടാവുള്ളേ. ഇങ്ങനെ അത് മെഷീനിലേക്ക് ആക്കാൻ പറ്റത്. അതിൻ്റെ ഒരു കാർബോണ്ട് പീസിൽ ഈ മോട്ടറിനെ ഒട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് ഇത് നേരെ നമ്മൾ നേരത്തെ വെച്ചില്ല ആ സംഭവത്തിൻ്റെ മുകളിൽ വെച്ചൊട്ടിക്കുക. ഇങ്ങനത്തെ ഒരു പീസ് അതിൻ്റെ മുകളിൽ വെച്ചൊട്ടിക്കുക. ഇപ്പോൾ ഒട്ടിച്ചെടുത്താണ് കേട്ടോ. അതിൻ്റെ ഒരു പേനയുടെ ട്യൂബ് ഇടുക. എന്നിട്ട് അതിന് ചെറിയ പീസ് ഇങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനത്തെ രണ്ട് കാർബോണ്ട് പീസ് ഇങ്ങനെ റൗണ്ടിൽ മുറിച്ചിട്ട് അതിനകത്ത് ഹോൾഡിട്ട് ഈ ട്യൂബിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുക. രണ്ടെണ്ണം. ഇങ്ങനെയാണ് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഒട്ടിച്ചെടുക്കുക. ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ മോട്ടറിലേക്ക് ഇങ്ങനെയാണ് ഇറക്കി വെച്ചെടുക്കാം. അതിൻ്റെ റബ്ബർ ബാൻഡ് ഇങ്ങനെ കെട്ടി എടുത്തുന്ന കേട്ടോ. അതെടുത്തിട്ട് നമ്മൾ നേരെ ഈ സംഭവമില്ലേ, ഇതിൻ്റെ ഇതിക്കോട്ടെ ഇങ്ങനെയാണ് ഇടാം. നമ്മൾ സൈക്കിളിൽ ചെയിനൊക്കെ ഇടില്ല, അതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് നേരെ ഇവിടേക്ക് ഇടാം, ഈ മോട്ടറിലേക്ക്. ഇനി ഈ റിങ് പിടിച്ച് കറക്കുമ്പോൾ നമ്മുടെ ഈ മോട്ടർ ഇറങ്ങാൻ മോട്ടറിൽ നിന്ന് പവർ വണ്ടി ലൈറ്റിങ് എത്തിട്ടാ. അവിടെ നമ്മുടെ വർക്കിങ് വേണ്ട, പിന്നെ വേണ്ട. ഈ വലിയ റിങ്ങിൻ്റെ ഇവിടെ ഒരു ഹോൾ ഇടാം. എന്നിട്ടൊരു പേന, പെൻസില, ഒരു കോല എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി ചെയ്യുക. അതിൻ്റെ ഒട്ടിച്ചെടുക്കുക. നമുക്ക് കറക്കാൻ വേണ്ടിയാണത് ബാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ലൈറ്റ് നമ്മളൊരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ സംഭവത്തിൻ്റെ പരിപാടി ഇത്രയുള്ളൂ കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കറക്കില്ലേ, ഇവിടെ കറക്കുമ്പോൾ ഈ മോട്ടർ നല്ല സ്പീഡ് കറങ്ങും. അപ്പോൾ ഈ മോട്ടറിൽ നിന്ന് തന്നെ പവറിനാണ് ഇത് കത്തനായിട്ടത്. ഈ കത്തിച്ചാൽ ചേരം കറങ്ങുമ്പോൾ വേണ്ട. അത് ഈ പകലാരണം കൃത്യമായിട്ട് കാണാൻ പറ്റാത്ത നമുക്ക് രാത്രി നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇരുട്ടായതുകൊണ്ട് ഇനി നമുക്കൊന്ന് കറക്കി നോക്കാം. ഇപ്പോൾ അടിയിലോട്ട് കത്തണ്ട കേട്ടോ, നല്ല വെട്ടത്തി കത്തണ്ട കേട്ടോ. കഴിച്ച് ഇത് നമുക്കാണെങ്കിൽ നമ്മുടെ സ്കൂളിലെ എക്സിബിഷൻ ഇല്ല, അതിനൊക്കെ വേണമെങ്കിൽ ഉണ്ടാവട്ടത്. ഇപ്പോൾ സംഭവം അടിയിലോട്ട് കത്തണ്ട കേട്ടോ. നല്ല സ്പീഡ് കറങ്ങിക്കൊണ്ടിരുന്ന കത്തിക്കൊണ്ടിരിക്കും കേട്ടോ.
ഇതുണ്ട് ഇങ്ങനെ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ സാധനം കമൻറ്റ് ചെയ്യാം കേട്ടോ.